എന്നരികിൽ വന്നു നിത്യം മാലൊഴിച്ചിടുന്നീ. ഒരു മകൻ അപ്പൻ്റെ സ്നേഹം വിട്ട്, അപ്പൻ്റെ സ്വാതന്ത്ര്യം വിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയ ഒരു ഉപമയാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ധൂർത്തപുത്രൻ്റെ ഉപമ. ഒരു മകന് അപ്പൻ്റെ സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം വേണം. അതുകൊണ്ട് ആ വീടിനുള്ളിലെ സ്വാതന്ത്ര്യത്തെയും സ്നേഹത്തെയും കുറച്ചും കൂടി വേലികൾ മാറ്റിവെച്ചിട്ട് അവന് ദൂരദേശത്തേക്ക് പോകണം. അതിന് കാശ് വേണം. അതുകൊണ്ട് അവൻ സ്വത്തിൻ്റെ പകുതി ചോദിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ഉപമയാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. പോയപ്പോൾ പിന്നീട് ഒരു സുബോധമുണ്ടാകുന്നു, ഒത്തിരി കഷ്ടപ്പാടിലേക്ക് എത്തുന്നു. ഈ ഒരു തിരിച്ചറിവിനിടയിൽ അവൻ തിരിച്ചു വരാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് അവൻ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് ചില കാര്യങ്ങൾ പറയും. എന്നിട്ട് അവൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവൻ ചാർട്ട് ചെയ്തു. പറഞ്ഞതിങ്ങനെയാണ്: പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെയും സ്വീകരിക്കണമേ. അവൻ കൃത്യമായിട്ട് വാക്കുകളൊക്കെ പ്ലേസ് ചെയ്തു. കാരണം അവനറിയാം, പൊറുക്കാനും പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്. ഒരു കുടുംബത്തിൻ്റെ സൽപ്പേരാണ് കളഞ്ഞത്. വലിയൊരു ധനവാന്റെ മകനായിരിക്കണം, വീട്ടിൽ ഒത്തിരി ഭൃത്യന്മാരെന്നൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ. പക്ഷേ ഒരപ്പൻ ഒത്തിരി സൗഭാഗ്യങ്ങളുടെ മക്കളെ വളർത്തിയിട്ടുണ്ടാവണം, ആ കുടുംബത്തിൻ്റെ മേന്മ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവണം. ഇതെല്ലാം കളഞ്ഞു പോയ മകനാണ്. അതുകൊണ്ട് അവനറിയാം ഈ മാപ്പ് കിട്ടുമോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് കൃത്യമായി ചില കാര്യങ്ങൾ പറയണം. ഇനി മകനെന്ന് യോഗ്യത കിട്ടില്ല, പക്ഷേ ഒരു ജോലിക്കാരൻ്റെ യോഗ്യതയെങ്കിലും കിട്ടുമല്ലോ. പ്രതീക്ഷകളില്ലാതെയാണ് അവൻ പോകുന്നത്. എന്നിട്ട് അവൻ അപ്പൻ്റെ മുമ്പിലെത്തി. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട് വിട്ട് അപ്പൻ്റെ കൺവെട്ടത്തുനിന്ന് ഒരു മകൻ അകന്നുപോയി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ വചനം തുടങ്ങുന്നത് അവൻ്റെ വാക്ക് കേട്ടിട്ട് ചുംബിച്ച ഒരപ്പൻ്റെ കഥയല്ല, വാക്ക് കേൾക്കുന്നതിന് മുമ്പേ ഓടിച്ചെന്ന് ചുംബിച്ച ഒരപ്പൻ്റെ കഥയാണ്. ഒരുപക്ഷെ ഈ മകൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഈ അപ്പൻ കരുതിയിട്ടുണ്ടാകുമോ? അറിയില്ല. പക്ഷേ ആ മകനെ കണ്ടപ്പോൾ ആ അപ്പന് വേറൊന്നും ചെയ്യാൻ തോന്നിയില്ല. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് സ്നേഹത്താൽ വാലിപ്പുറമ്പ്. ആ സ്നേഹത്തിന് മുമ്പിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, മനസ്സിൽ കരുതിയ അതേ വാക്കുകളൊക്കെ: പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. നിന്റെ ദാസരിലൊരുവനായി എന്നെയും സ്വീകരിക്കണമേ. എത്ര മനോഹരമായിട്ടാണ് ഒരു മനസ്താപവും ഒരു സ്നേഹത്തിൻ്റെ ചേർത്തുപിടിക്കലും ഇവിടെ നടന്നതല്ലേ. പ്രിയമുള്ളവരെ, ഓരോ മാനസാന്തരത്തിലും സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ക്രിസ്തു എന്ന് പറഞ്ഞത്. അകന്നുപോയ മക്കളെല്ലാവരും തിരിച്ചു വരണം. അത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ തിരിച്ചു വരുന്ന മക്കൾ മാനസാന്തരത്തിൻ്റെ ഹൃദയമുണ്ടെന്ന് അറിയുന്നിടത്ത് തന്നെ പിതാവ് വാരിപ്പുണരുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കും. തപസ്സുകാലം നമുക്ക് നൽകുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊക്കെ പ്രത്യേകിച്ചൊന്നും പറയുകയൊന്നും വേണ്ട. പൊന്നു തമ്പുരാന് നമ്മുടെ ഹൃദയ വിചാരം അറിയാമല്ലോ. നമ്മളൊക്കെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിൻ്റെ പേരിൽ ഹൃദയം നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ, ഇനി അത് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കാൻ തക്ക വിധത്തിൽ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ തിരിച്ചു നടക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. ഒന്നും പറയണ്ട. ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതത്തെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തിരിച്ചു നടന്ന് അവൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കേണ്ടത്, ഒരു തപസ് കാലത്ത് നമ്മൾ തിരിച്ചു നടക്കേണ്ട ഒരിടം ഏതാണെന്ന് ചോദിച്ചാൽ ആ വീടിൻ്റെ പേര് കുമ്പസാരക്കൂടെന്നാണ്. നമ്മളെല്ലാവരും അനുതാപത്തോടെ അകന്നു പോയ സൗഭാഗ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും കഥകളൊക്കെ തിരിച്ചു പിടിക്കാൻ തിരിച്ചു നടക്കേണ്ട ഇടത്തിൻ്റെ പേര് ഒരു കുമ്പസാരക്കൂടാണ്. അവിടെ നടന്ന് മുട്ടുകുത്തുന്നൊരിടമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ മനസ്സിൻ്റെ താളം വെച്ച് തന്നെ പൊന്നു തമ്പുരാൻ നമ്മളേക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കും. അനുദപിക്കുന്ന ഒരു പാപിയോർത്ത് സ്വർഗം സന്തോഷിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുതാപത്തെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു സ്വർഗം തന്നെ നമുക്കുണ്ട്. ഇനിയും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ തിരിച്ചു നടക്കാൻ മടിക്കുന്നത്? നമ്മുടെയൊക്കെ തിരിച്ചുവരവ് സ്വർഗത്തിൻ്റെ ഒരു ആഘോഷമാണ്, ഒരു പെരുന്നാളാണ്. പക്ഷേ ഇപ്പോഴും നമ്മളൊക്കെ ദൂരദേശത്ത് ഒരു പന്നിക്കൂട്ടത്തിലായി നിൽക്കുന്നുവെങ്കിൽ എത്ര വേദനയാണ്. കാത്തിരിക്കാൻ ഒരപ്പനുണ്ട്, സൗഭാഗ്യത്തിൻ്റെ ഒരു വീടുണ്ട്. ഇനിയും തിരിച്ചു നടക്കാൻ നമ്മളൊക്കെ മടി കാണിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ ആ പന്നിക്കൂട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കും? നമുക്ക് വേണ്ടി സൗഭാഗ്യത്തിൻ്റെ ഒരു കഥ പറയാൻ ഒരിടമുണ്ട്. ധൈര്യപൂർവ്വം തിരിച്ചു നടക്കാൻ മനസ്സ് കാണിക്കുക. മുട്ടുകുത്തുന്നിടത്ത് അവൻ വാരിപ്പുണരും, ചേർത്ത് വെച്ച് ചുംബിക്കും. പിന്നീട് പറയാനുള്ളതും കേൾക്കാനുള്ളതും വലിയൊരു ആഘോഷത്തിൻ്റെ കഥകളായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ നാഥ, എപ്പോഴെൻ വീട്ടിൽ ചേരും? ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ നാഥ, എപ്പോഴെൻ വീട്ടിൽ ചേരും? ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ. പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ. പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ. കഷ്ടതയും സങ്കടവും മാത്രമതിന്ധനം. കഷ്ടതയും സങ്കടവും മാത്രമതിന്ധനം. പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ നാഥ, എപ്പോഴെൻ വീട്ടിൽ ചേരും? ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. ജീവിതം തന്നിലെ ക്ലേശങ്ങളാൽ മനം തളർന്നിരിക്കുമ്പോൾ, ജീവിതം തന്നിലെ ക്ലേശങ്ങളാൽ മനം തളർന്നിരിക്കുമ്പോൾ, എന്നരികിൽ വന്നു നിത്യം മാലൊഴിച്ചിടു നീ. എന്നരികിൽ വന്നു നിത്യം മാലൊഴിച്ചിടു നീ. പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ നാഥ, എപ്പോഴെൻ വീട്ടിൽ ചേരും? ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. ആർത്തിരമ്പും തിരമാലകളേറിയൻ പടകുലഞ്ഞിടുമ്പോൾ, ആർത്തിരമ്പും തിരമാലകളേറിയൻ പടകുലഞ്ഞിടുമ്പോൾ, ആഴിമീതേ നടന്നോനെ നീട്ടുക നിൻ കരം. ആഴിമീതേ നടന്നോനെ നീട്ടുക നിൻ കരം. പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ നാഥ, എപ്പോഴെൻ വീട്ടിൽ ചേരും? ആമയ
പ്രിയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും.